ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പറയുന്നത് നമുക്ക് ഇന്നലെ വന്ന നമ്മളുടെ ബെക്കാമിൻ്റെയും കോളറിൻ്റെ പാക്ക് ഉണ്ടായല്ലോ. സോ അതിന് രണ്ടുപേരെ നമ്മൾ തൂക്കിയിട്ടുണ്ട്. അതും പോരാണ്ട് സൈഡായിട്ട് വന്ന എക്കിറ്റിക്കും പിന്നെ പെഡ്രോനെറ്റും എല്ലാവരും നമ്മൾ തൂക്കിയിട്ട് പറയാം. സോ ഇന്നൊരു കമ്പൈൻഡ് റിവ്യൂ എന്ന് പറയാൻ പറ്റുമോ വെച്ചാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബെക്കാമിനെയും കോളറിനെയാണ്. സോ രണ്ടുപേരും അറിയാലോ നിങ്ങൾക്ക്, ക്രോസ് ഇട്ടേനെ ചാമ്പും വെച്ചാൽ ബെക്കാം ഒരു ജാതി ക്രോസിംഗ് ആണ്, കോളർ വെച്ച് കഴിഞ്ഞാൽ ഒരു വൺമാരാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ അടിയും. ഓക്കെ, സോ ഈ രണ്ടുപേരാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്ത് കളിക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ പുതിയ മാനേജർ ക്വീമാൻ വന്നിട്ടുണ്ട്. സോ ഈ ക്വീമാൻ ഞാനിപ്പോൾ എന്തായാലും ലിങ്ക് പ്ലേ കൊടുക്കണം. സോ ഇവന്മാരായിട്ട് ലിങ്ക് പ്ലേ അറിയാലോ, റൈറ്റ് മിഡ്ഫീൽഡ് പ്ലസ് ഫോക്സ് ഇൻ ദ ബോക്സ് CF ആണ് വേണ്ടത്, റോസ് സ്പെഷ്യലിസ്റ്റ് പ്ലസ് ഫോക്സ് ഇൻ ദ ബോക്സ് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഇന്ന് ഈ രണ്ടുപേരെ വെച്ചിട്ടാണ് കളിക്കാനുള്ളത്. അതിന് നമുക്ക് ഒരു പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് നമുക്ക് ബെക്കാമിനെ നോക്കാം ഗൈസ്. ഓക്കെ, സോ ബെക്കാമിനെ അപ്പോൾ തന്നെ പ്രോഗ്രഷൻ പറയുന്നത് ഓട്ടോ തന്നെയാണ് ഗൈസ്. ഓട്ടോയിൽ നല്ല സ്റ്റാറ്റ്സ് ആണ് വരുന്നത്, അപ്പോൾ അതിന് മാറ്റാൻ തോന്നിയില്ല. ഓക്കെ, പിന്നെ മിക്കവരും നോർമലായിട്ട് യൂസ് ചെയ്യുക ഓട്ടോ ആയിരിക്കും. പിന്നെ ഈ പ്രൊഫഷണൽസൊക്കെ ആവും അറിയാലോ, മാറ്റി കൊടുക്കുക. സോ പ്ലെയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബെക്കാം 20 വയസ്സുള്ള ബെക്കാമാണ്, ഭയങ്കര എങ്ങാണ് കേട്ടോ. 95-96 കാർഡാണ് ഇത്. ഓക്കെ, യുണൈറ്റഡ് കാർഡ്, റോ സ്പെഷ്യലിസ്റ്റ് ആണ്. പ്ലേ സ്റ്റൈൽസ് പറയുന്നത് ലോങ് ബോൾ എക്സ്പേർട്ട്, അതുപോലെ തന്നെ എയർലി ക്രോസർ, രണ്ടും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ സ്റ്റാറ്റ്സ് ഇതാണ് ഗൈസ്. ഓവറോൾ 106 ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രിബിളിങ്ങിലൊക്കെ അത്യാവശ്യം അടിപൊളി സ്റ്റാറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോ പാസ് 95, ലോഫ്റ്റഡ് പാസ് 99, ഒരു രക്ഷയില്ല കത്തും. അതുപോലെ തന്നെ സെറ്റ് പീസ് 93, കേള് 98, 99 ലോഫ്റ്റഡ് 98. ബെക്കാമിനെ കുറിച്ച് അധികം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയണതല്ലേ. പിന്നെ സ്പീഡ് 94 ഉണ്ട്. ആക്സിലേഷൻ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രഷൻ മാറ്റി കൊടുത്തോ. ആക്സിലേഷൻ വേണമെങ്കിൽ ഒരു 90 മുട്ടിച്ച് കൊടുക്കാൻ പാകത്തിനുള്ള പ്രോഗ്രഷൻ കൊടുത്തോട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഓട്ടോ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാമിന് 94 ഫുൾ ടൈം കളിച്ചോളും. ഓക്കെ, വീക്ക് ഫുട്ട് യൂസേജ് ഓൾമോസ്റ്റ് നെവറോ, അത് ഫസ്റ്റ് ടൈം കാണാണ്, എന്താ മനസ്സിലായില്ല. അതുപോലെ തന്നെ വീക്ക് ഫുട്ട് ആക്യുറസി മീഡിയ ആണ്, ഫോം അൺവെയറിങ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ എജിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, സ്പീഡ് കൂട്ടാൻ തന്നെ എജിലിറ്റി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇനി വേറെ എല്ലാം കൊടുത്തോ, ക്രോസിംഗ് ഒന്നുകൂടി കൂടണമെങ്കിൽ ഇനി അവിടെ കൂടാനല്ലേ. സോ ലോങ് റേഞ്ച് കേർലർ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട്, വൺ ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്, വെയിറ്റഡ് പാസ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, എഡ്ജർ ക്രോസിംഗ് ഉണ്ട്. സോ എഡ്ജർ ക്രോസിംഗ് പ്ലസ് വിഷണറി പാസ് ആണ് മൂപ്പരുടെ സ്കിൽസ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ പിടയ്ക്കും. സോ ലോ ലോഫ്റ്റഡ് പാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൽ ഡബിൾ ടച്ച് മാസ്റ്റർ റിട്ടേൺ, അതുപോലത്തെ റേസിംഗ് ഷോട്ട്, അങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ആഡ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഇന്നൊന്നും കൊടുക്കണില്ല. അതുപോലെ തന്നെ നമുക്ക് കോളറിന്റെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ, സോ കോളറിന് കൊടുത്തേക്കുന്നത് പ്രോഗ്രഷൻ ഓട്ടോ തന്നെയാണ്, അടിപൊളി തന്നെയാണ്. ഓട്ടോയിലുള്ള സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് ഡോട്ട്മുണ്ടിൻ്റെ കാർഡാണ് കേട്ടോ. ഏജ് 29 ഹൈറ്റാണ് മെയിൻ 202, അത് സീനാണ് ഗൈസ്. ഓക്കെ, സോ 2002-03 കാർഡ്സ് ആണ്. ഞാനൊക്കെ ജനിക്കണ നേരത്താണല്ലോ. അപ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, അറിയാലോ. അത് ലോങ് റേഞ്ചർ എന്നാണ് കേട്ടോ ഉള്ള പ്ലേ സ്റ്റൈൽസിൽ കാണിക്കുന്നത്. ഞാൻ വല്ല ഹെഡിങ് വിചാരിച്ചു. അതുപോലെ തന്നെ ഓവറോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 104. ഇത് 105 വരെ പോകും. ഞാൻ കുയിമാനെ പെട്ടിരിക്കുന്നത് ക്വിക്ക് കൗണ്ടറാണ്. ആൾ പോസ്റ്റൻ ഗെയിമിൻ്റെ മാനേജറുണ്ട്, ബട്ട് ക്വിക്ക് കൗണ്ടർ ഇട്ടേക്കണത്. സോ മെയിൻ പറയുകയാണെങ്കിൽ ആളുടെ ഫിനിഷിങ് വെഡിങ് ആണ്. 97 സെറ്റാണ് സാധനം, തലയ്ക്കാണ് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്പീഡ് 94, കിക്കിംഗ് പവർ 94, അതുപോലെ തന്നെ ജമ്പിങ് 83, അത് വേണമെങ്കിൽ കൂട്ടി കൊടുത്ത ഫിസിക്കൽ കോണ്ടാക്ട് 96 ഉണ്ട് കേട്ടോ. സെറ്റ് തന്നെയാണ് ആള്. സ്റ്റാമിന 86 ഉണ്ട്, ഒരു 80 മിനിറ്റ് ഒക്കെ വരെയായിട്ട് കളിപ്പിക്കുക. സോ വീക്ക് ഫുട്ട് യൂസേജ് റയർലി, വീക്ക് ഫുട്ട് ആക്യുറസി ഹൈ ആണ്, അൺവെയർ ഫോം ആണ്. കുഴപ്പമില്ല, ആള് നൈസ് തന്നെയാണ്. ആള് മെയിനായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതി, അതായത് ക്രോസ് ഇട്ട് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അതാണ് ഞാൻ പറയുള്ളൂ. ഏരിയയിലാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഹെഡിങ് ഉണ്ട്, ബുള്ളറ്റ് പറഞ്ഞ സ്കില്ലാണ് വന്നിരിക്കുന്നത് വിത്ത് ഫിനോയിൻ ഫിനിഷിംഗ് ആണ് കേട്ടോ. സോ റേസിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ആക്രോബാറ്റിക് ഫിനിഷിംഗ്, ഹീൽ ട്രിക്ക്, ഫസ്റ്റ് ടൈം ഷോട്ട്, ഏരിയൽ സ്പിരിറ്റ്, വൈറ്റ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ലോങ് റേഞ്ച് കേളർ കൊടുക്കുക, ഡബിൾ ടച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, പിന്നെ വൺ ടച്ച് പാസ് എടുക്കുക, ത്രൂ പാസിങ് കൊടുക്കുക. അത് കൊടുത്താൽ നന്നായി കളിപ്പിക്കാൻ പറ്റും ആളെ. സോ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരച്ച് ഈ രണ്ടുപേരെയാണ് മെയിൻ ഫോക്കസ് ചെയ്ത് കളിക്കുന്നത്. ബാക്കി രണ്ടുപേരെ റിവ്യൂക്ക് പിന്നെ ഇറക്കണമെങ്കിൽ ഇറക്കാം. സോ എന്തായാലും നമുക്ക് നേരെ ഗെയിം പ്ലേക്ക് പോവാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ടൈമിന് ഗോൾ അടിക്കുന്നു തോന്നുന്നുണ്ട്. കോളർ ഫസ്റ്റ് ആള് ഹെഡൊന്നല്ല കേട്ടോ, ഫസ്റ്റ് ഗോൾ തന്നെ ഒരു ത്രൂ ബോൾ വെച്ചിട്ടാണ് അടിച്ച് കോളറ്. സോ ഇതാണ് നമ്മുടെ മൊട്ട കോളറ്, ചെങ്ങായി കൊള്ളാം. ഓക്കെ, കൊള്ളാർ കൊള്ളാർ, ഓടാ കൊണ്ടില്ലടാ. ശേ, കൊച്ചേനെ പറയണ്ട. അങ്ങനെ തലയും കൊണ്ടല്ല കാലും കൊണ്ടാണെങ്കിലും മൂപ്പര് ഗോൾ അടിച്ചിട്ടുണ്ട് മുത്തേ, രണ്ടാമത്തെ.
Now here's the ഓ എക്കിട്ടിക്കണ പടിയായിട്ടും അത്. pass just lacking in accuracy. Lovely pass, but can he get there? Look at the space here. There's the shot. എടാ കോളർ ഗോൾ അടിച്ചാ മതിയോ, അല്ല അസിസ്റ്റ് വെച്ചാ മതിയോ? അത് മതി. കോളറിനെ റണ്ണ് കണ്ടാ. Nicely spread. Now it's Beckham. Delivers the ball. He gets കോളർ എഗെയിൻ പുറത്തേക്ക് കെട്ടിയത്. It's Beckham. ഓക്കെ, കോളർ മേക്കിംഗ് എ റൺ. Fired deep. കൊള്ളാർ. എടാ നല്ല ക്രോസ് ആർന്നടാ അത് കൊള്ളാറിന്റെ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് Chico. Now Pirlo. And here's Neto. Roberto Carlos batted it. കൊള്ളാർ. എടാ ബാറിടാ. In the post. Oh, super. കൊള്ളാർ. Again. എടാ ഓഫ് സൈഡ് ഇടാ. He's there to retrieve it. Played into the climbs up. Oh, again. It's good cross from Beckham right now, but എന്താ ചെയ്യാ, ഗോൾ ആക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. To block it. I bet you the keeper's very relieved. Borussia Dortmund need കൊളാർ. എടാ എന്താണ് ഗോളിയുടെ പൊസിഷനിങ്, എന്ത് പെടയാണ്. the net. That's what he's paid to do. Yaya Toure, Beckham. Yamal is in a really good position out wide. He's got Toure. What a big quick trick. Oh, he's been caught on it here. In once more. He gets big. And the keeper has reacted. Is it the passing or the movement that's the problem? I think both. He's got away. Beckham with the mighty. ഫൈനലി. എടാ എത്രാമത്തെ ഹെഡാണ് നിന്നെ കൊണ്ട് ജയിക്കണ. അങ്ങനെ ഒരെണ്ണം അടിച്ചൂലോടാ നീ. നന്ദി കോളറേ, നന്ദി. കയ്യടിക്കടാ. Was lacking. Beckham tries to pass it through. Such good technique. He's found the way through. Deep cross. Big ഓ അതേതാ ഹെഡ് ഉണ്ടായിരുന്നു, അവനെ ജസ്റ്റ് മിസ്റ. Still goalless at the moment. Beckham has it out wide and in space. He gets. ആ കോളർ. Oh, Borussia Dortmund. മോനെ ഏതാ ഹെഡ്, ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലെ ഒരു ഐറ്റം. On that. Figo. Beckham. Beckham with. Oh, മോനെ ഏതാ ഒരു രക്ഷയില്ല. he can get that clear. And here's Figo. You can never be short of runners into space. Oh, what a കൊള്ളർ. Terrific aggression the way he attacked the ball. ക്രോസ് ഉള്ളൂത്ത് അല്ലാണ്ട് ഒന്നും നോക്കണ്ട. Dortmund are now luxuriating in a 2-goal. കൊള്ളർ കൊണ്ടു. എടാ ഗോൾ അടിക്കണം. Beckham with the cross. കൊള്ളർ. ഓ ഗുഡ് ഗോൾ. കൊള്ളർ ഹെഡ് ചെയ്തോണ്ട് മാത്രം അത് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. To a very different outcome there. They should have done a lot better there. The final ball was very poor. It's a mighty effort. കൊള്ളറിന്റെ ഗുണം കണ്ടാ കൊള്ളറ്. Knocks it out wide. Lahm charging forward down that flank. Oh, what a കൊള്ളർ. He squeezed the play and he gave him no chance to get on the turn. It's a promising position. Beckham with the cross. He gets. കൊള്ളർ is killing. And he's quick to snatch it back. Tries to pass it through. He's shifting through the gears here. Terrific. കൊള്ളറിന്റെ പറി. And it's Figo. He's in plenty of space here. Gets his head on it. ഏതാ ഹെഡില്ലേ, കോളർ വിഷയല്ലേ കളി. Famously known as King Khan by some. He's belligerent, he's brazen, but he's got ഓ form. കൊള്ളർ സീനാട്ടോ. സുബൂറ. Looking to play him in. Oh, ഓക്കെ, what ഇത് a ഗോളഞ്ഞടാ. shot here. Climbs ഹാ. it. കോളർ Borussia Dortmund. കേട്ടോ. Because he was denied the opportunity to turn. അവിടെ കൊള്ളർ എവിടെ? എടാ ചെങ്ങായി അവിടെ കിടന്നൂറില്ല. അണക്ക് വേണം അവിടെ. ഈ വേണം. Knocks it into space. Cross to the back post. He gets big. ചേ
Ball swung in. Collar. There's the shot. കൊള്ളറിന്റെ പറി. The ball. And here's Cruyff. There's the delivery. It's a mighty effort. ഇയാളെ ഹെഡ് ചെയ്യണ കേട്ടോ. Not much time now for anything fresh to happen, I think. In towards the... Oh, smashing header. Back on the ball again. Now, can they get him away? And he's picked it up out wide. കൊള്ളർ. ഗോൾസ്. Much the colour green. Beckham. ആ ഗോളഞ്ഞ മോനെ അത് എന്ത് വന്നാലും തടുക്കാൻ വെച്ചിട്ടുണ്ട് The concentration on win. അണ്ണാ ഗോളടിയടാ. And we're just settling back into this second half. Both sides defensively robust up to now. കൊള്ളർ കൊള്ളർ തല വെക്കാൻ കൊള്ളർ ആയിട്ടുള്ള മോനെ. ഞാൻ വീണ്ടും വീണ്ടും അത് പറയണ്ടല്ലോ. തല വെക്കാൻ കൊള്ളർ വേണം. And he's there to clear it. Oh, what has happened here? Crossed in once more. Big header! Off the bar! Into a minimum of 4 minutes additional time. He rises! ഏതാ ഗോളിടാ. And it's Lam. Can he get onto this? Oh, what a climb! Did so well to get himself there. ഇതേ ഭാവി മിസ്റ്റർ തൃശ്ശൂരിന്റെ ബോഡിയാണ്. Lam. Quick look. Up he goes! അത് ഗോള് മോനെ.